ഡേയ്സ് എങ്ങനെ പോകുന്നു? ഞങ്ങൾ ഈ ലോക്ക്ഡൌൺ ഡേയ്സില് വീടിനുള്ളിൽ അടച്ചുപൂട്ടി ഇരിപ്പ് തന്നെയാണ്. അതിനിടയ്ക്ക് കുറച്ച് ആക്ടിവിറ്റീസ് അധികമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കലാപരിപാടികൾ ഉൾപ്പെടുത്തി ഒരു ബ്ലോഗ് സീരീസ് ഇന്ന് തുടങ്ങുകയാണ്. അതിലെ ആദ്യത്തെ ബ്ലോഗാണിത്. ഞങ്ങൾക്കിവിടെ കുറെ കാലമായിട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവിടെ ഭയങ്കരമായിട്ട് പ്രാവുകളുടെ ശല്യമായിരുന്നു. പ്രാവുകൾ വന്ന് കാഷ്ടിച്ച് ഞങ്ങളുടെ ജനലിന്റെ അപ്പുറത്ത് ചെറിയൊരു ബക്കറ്റ് പോലെ ഒരു പാട്ടുണ്ട്. അപ്പൊ അത് വീഡിയോയിൽ കാണാം. അപ്പൊ അതിനകത്ത് മുഴുവൻ പ്രാവ് കാഷ്ടിച്ച് നാശമാക്കി. പിന്നെ അത് കൂടാണ്ട് നീണ്ട പ്രാവുകള അതിനുള്ളിൽ മുഴുവൻ രണ്ട് പ്രാവശ്യം വന്നിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ പറന്നുപോയി. അപ്പൊ നമ്മൾ ആദ്യം മുട്ടയിടുമ്പോൾ വിചാരിക്കുന്ന വിരിയട്ടെ, പറന്നു പോട്ടെ, അടുത്ത സെറ്റ് വരുന്നതിന് മുമ്പ് അവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെറ്റ് വിരിഞ്ഞ് പറന്നുപോയി. മൂന്നാമത് മുട്ടയിടാൻ വേണ്ടിയിട്ട് അത് വീണ്ടും അടുത്ത സെറ്റ് വന്നു തുടങ്ങി. അപ്പൊ ഞങ്ങളിത് എത്രയും പെട്ടെന്ന് ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തായിരുന്നു. ഇത് ലോക്ക്ഡൌണിന് മുമ്പ് തുടങ്ങിയ കുറെ പ്രവർത്തനങ്ങളാണ്. ലോക്ക്ഡൌണിലാണ് അതിന്റെ സൊല്യൂഷൻ വന്നത്. അപ്പൊ ഇത്രയും കുറച്ചു കാലത്തെ വീഡിയോസ് എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. ഒരു കൊച്ചു ബ്ലോഗാണ്, അവസാനം വരെ കാണുക. വരുന്നുണ്ടേ, ഇപ്പൊ ഇറ്റ് വിൽ കം അഗെയിൻ. മേലെ വന്നിട്ട് അത് വരും, ഇറ്റ് വിൽ കം. ഓക്കെ, വരുമ്പോൾ ടപ്പ് 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 എന്ന് ഓടിച്ചിടണം. അത് മുട്ടയിടാൻ വരുന്ന പ്രാവ് ശല്യം കൊണ്ട് പൊറുതി മുട്ടിയ ഒരു കുടുംബത്തിന്റെ കഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ അതിനെ പറത്തി വിടുന്നത്? അല്ല, കൊറേ നേരം ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് പിന്നെ അത് വരാതിരിക്കും എന്നാണ് നിങ്ങളുടെ വിചാരം? ഞങ്ങളിങ്ങനെ പലതരം കടുത്ത പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുക. ആദ്യം ഇതിനെ തട്ടി ഓടിച്ചു, പിന്നെ ഞങ്ങൾ ഗോ ഡൗ ഗോ പ്രയോഗങ്ങൾ നടത്തി നോക്കി, പോകുന്നുണ്ടെന്ന് പറയാം. പിന്നെ ഞങ്ങൾ സിൽസില പണി നോക്കി. ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ടും പ്രാവ് അതിന്റെ വഴി വിട്ട് മാറിയില്ല. അവസാനം ഞങ്ങൾ തോൽവി സമ്മതിക്കുന്ന സ്ഥിതിയിലെത്തി. അപ്പോഴാണ് ആമസോണിൽ നിന്ന് ഞങ്ങളൊരു സാധനം ഓർഡർ ചെയ്ത് വരുത്തിച്ചു. അത് വെച്ച് ഞങ്ങളൊരു കടുത്ത പ്രയോഗം നടത്തി. പ്രാവുകളുടെ കാഷ്ടം വൃത്തിയാക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ലോക്കൌട്ട് അപാരത. ഇവിടെ വന്ന് പ്രാവുകൾ എപ്പോഴും ഇരുന്നിട്ട് കാഷ്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നേ. ഇപ്പൊ അത് മാത്രമല്ല, ഇതിന്റെ ഒരു ചെറിയൊരു ഇതല്ലേ അല്ലേട്ടാ, ഇതൊരു ഇതുപോലെയാണ്, തൊട്ടി പോലെയാണ്. അതിന്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുങ്ങളൊക്കെ പറന്നു. അപ്പൊ ഇനി വന്ന് വേറെ ഒന്നും മുട്ടയിടാതിരിക്കാൻ വേണ്ടി നമ്മള് ഒരു കടുത്ത പ്രയോഗം നടത്താൻ പോകും. ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നമ്മള് അതെ, ഒരു കടുത്ത പ്രയോഗം. എന്നാ സംഭവം കാണിച്ചു തരാം. അവിടെ വന്ന് ഇരിക്കാതിരിക്കാൻ വേണ്ടി ഒരു സംഭവം ചെയ്യാൻ പോവാ. പുറത്ത് പോത്തും പശുവൊക്കെ മേഞ്ഞ് നടക്കുന്നുണ്ട്. നമ്മളെല്ലാം കൂടിനകത്തും അതുങ്ങൾ വെളിയിലും. ശരീരമനങ്ങിയുള്ള ജോലിയൊക്കെ പലപ്പോഴും ഇനിയുണ്ട് 15 ദിവസം. അയ്യോ, എന്നെ പണിയെടുപ്പിച്ച് കൊല്ലുന്നേ. ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോഴത്തേക്ക് എന്റെ നടുപടിയുള്ളൂ. അയ്യോ, പറയണേട്ടോ, ഈ ഫ്ലാറ്റിനുള്ളിൽ ഇഷ്ടംപോലെ പണിയാ. നാട്ടിന് മനുഷ്യന്മാരൊക്കെ തുമ്പെടുത്ത് പറമ്പ് കിളയ്ക്കുക, കൃഷി ചെയ്യാനാ മുഖ്യമന്ത്രി പറഞ്ഞേക്കണേ. പോളിക്ക് ചെറിയൊരു ഡസ്റ്റ് അലർജി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവിന്റെ കാഷ്ടം ഭയങ്കര പ്രശ്നമാണ്. രാവിലെ എല്ലാ ദിവസവും തുമ്മിക്കൊണ്ട് എഴുതുന്നത്. അപ്പോ നമ്മള് ജെല്ല് തുറന്നിടാറൊന്നുമില്ല, എന്നാലും അവന് പൊടി അലർജി. ഈ രാവിലെ ഈ പ്രാവുകളെ കൂട്ടമായിട്ട് ഇതിലൂടെ പറക്കും പറക്കുമ്പോഴത്തേക്കും ഭയങ്കര പൊടിയാണ്. ശരി, കുറെ കാലം നീട്ടി വെച്ചതാണ്. എന്തായാലും ഇപ്പൊ നമ്മൾ ലോക്കൌട്ടിലാണല്ലോ, വേറെ പണിയൊന്നുമില്ലല്ലോ. Mama called Papa and Papa took a stick and gave me a stick. And you never jumped again. ഇതാണ് നമ്മുടെ ആമസോണിൽ നിന്ന് എത്തിച്ച സാധനം. അപ്പൊ അൺബോക്സിംഗ് ആണ്, അൺബോക്സിംഗ്. ശരി, നമ്മൾ ഇതുവരെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തില്ല. ഇതൊരു കൂതര അൺബോക്സിംഗ് ആണെന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ഇതെന്താ സംഭവമാണ് പ്രാവിനെ ഓടിക്കാൻ? ഓഹോ, ഇത് മുള്ളാണ്. മുള്ള്. ഓ, കൊള്ളാലോ സംഭവം. ഇതപ്പോ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം, പിന്നെ ഒന്ന് ഒട്ടിക്കാം.
ഒട്ടിച്ചിരിക്കോ? അവിടെ പോയി സ്ക്രൂ ചെയ്യാൻ പറ്റില്ല. ഒട്ടിച്ചിരിക്കോ? ഞാൻ പോയിട്ട് കുറച്ച് ഹെറാൾഡൈറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒട്ടിച്ച് നോക്കാം. ഇത് ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിച്ച പശയാ, ഹെറാൾഡൈറ്റ്. നോക്കാം ഇതെങ്ങനെ ഒട്ടുമെന്നൊന്നും അറിയത്തില്ല. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇതുപോലെ കുതിരവട്ട സ്റ്റൈൽ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് തുടങ്ങിയതാണ്. പക്ഷെ തുടങ്ങിയപ്പോ മനസ്സിലായി അത്ര എളുപ്പമല്ല. ഇവിടേക്ക് നമുക്ക് കൈ എത്താത്തോണ്ടേ ഇച്ചിരി ദൂരം ആയതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടാണ് ചെയ്യാൻ. ഇത്ര ഒട്ടിച്ചു. ഇങ്ങനെ 3 എണ്ണോടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റപ്പ് ആകും. ഇവിടേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ഇതേ പുറത്തോടെ നടക്കുന്നുണ്ട് കേട്ടോ. നാട്ടിലെനിക്ക് തോന്നുന്നു സ്ട്രിക്റ്റ് ആണ്. ഒന്ന് തെറ്റിയ താഴെ കിടക്കും. ഒരെണ്ണം ഓൾറെഡി താഴെ പോയിട്ടുണ്ട്. ഇനി അത് പോയി എടുത്തോണ്ട് വരണം. ആ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിന് ഇടയ്ക്ക് ഇച്ചിരി ഒട്ടാത്ത ഭാഗത്തൊക്കെ കുറച്ചുകൂടെ ഗമ്മിട്ട് കൊടുക്കുക. അതെ, കലാശ കൊട്ടിങ് ആണ്. ഭയങ്കര തകർത്ത ചെസ്സുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ നിന്നോട് തോന്നുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുവയ്ക്കുക ഇങ്ങനെ. അപ്പൊ ഈ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. സ്പൈക്ക് മലയാളത്തിൽ അള്ളെന്നാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഇതായിട്ട് നമ്മളിന്ന് പിടിപ്പിച്ചതാണ്. നല്ല മൂർച്ച, പ്രാവിനൊന്നും ഇരിക്കാൻ പറ്റില്ല. 3 വലുപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നടുക്കോടെ എല്ലാ അവസ്ഥയ്ക്കും 2 സൈഡിലേക്കും നടുക്ക് വരണമുണ്ട്. ഇപ്പൊ പ്രാവ് കുറെ നേരമായിട്ട് വരുന്നുണ്ട്, പറന്നു വരുന്നുണ്ട്, ഇരിക്കാൻ പറ്റാണ്ട് തിരിച്ചു പോകുന്നുണ്ട്. ഇനി ഇതിങ്ങൾ വേറെ രീതിയിലൊന്നും പറിച്ച് കളയില്ലാന്ന് തോന്നുന്നു. ഗമ്മ ഒട്ടിയിട്ടുണ്ട്. കൊട്ടേഷൻ ടീമിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറിച്ച് കളയാന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ കണ്ട പോലെ ഞങ്ങളൊരു മുള്ളുകൊണ്ടൊരു കടുത്ത പ്രയോഗം നടത്തി ഞങ്ങളെ പ്രാവുകൾ ഇവിടുന്ന് തുരത്തി. അപ്പൊ അത് പുതിയ താവളങ്ങളൊക്കെ തെരഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതുവരെ അതിന്റെ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് ഇടയ്ക്ക് ഇവിടെ വന്ന് നോക്കുന്നുണ്ട്, ഇരിക്കാൻ പറ്റാത്തത് നേരെ താഴ്ന്നു വരും. അവിടെ മുള്ളു കാണുമ്പോൾ തിരിച്ചു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിന്റെ റൺവേ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ബ്ലോഗ്, ഈ കൊച്ചു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം കമന്റും ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേരെ. അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.